നിന്റെ കൂടെയുണ്ട്. ഓർക്കണം മുഅ്മിനെ, സത്യവിശ്വാസി ചെറുപ്പക്കാരികളെ, എപ്പോഴും ഓർത്തോളൂ. നിങ്ങളുടെ വാപ്പയെ മറച്ചു വെച്ച് നിങ്ങൾക്ക് പല കളിയും കളിക്കാൻ പറ്റിയേക്കും. ഉമ്മയെ മറച്ചു വെച്ച് പല കളിയും കളിക്കാൻ പറ്റിയേക്കും. തഹജ്ജുദ് നിസ്കരിക്കാനാണെന്ന പേര് പറഞ്ഞു ഉമ്മയിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങി പാതിരാ നേരത്ത് തന്റെ കാമുകനെ മിസ് കോൾ അടിക്കുന്ന പെൺകുട്ടി, നീ പറയണം അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയുണ്ട്. അല്ലാഹു നാദിരി, താഴെ ബെഡ്റൂമിലോ മറ്റെവിടെയോ കിടക്കുന്ന എന്റെ വാപ്പയോ ഉമ്മയോ എന്നെ കണ്ടില്ലെങ്കിൽ പോലും അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഷാഹിദീ, നീ ചെയ്യുന്ന സർവ്വ തോന്നിവാസമാണെങ്കിൽ അത് നന്മയാണെങ്കിൽ നന്മ, അതിന് സാക്ഷി അല്ലാഹു ആണെന്ന് പറയണം സഹലേ എന്ന് സഹ്ലു ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റഹിമഹുല്ലാഹയുടെ അമ്മാവൻ പഠിപ്പിച്ചു കൊടുത്തു. സഹലേ, ഇനി എല്ലാ രാത്രിയിലും ഇത് 7 പ്രാവശ്യം പറയണം. 7 പ്രാവശ്യം ഈ കുട്ടിയെ പഠിപ്പിക്കാം. ഇതാണ് തർബിയത്ത്. മക്കളെ പഠിപ്പിക്കണം. മുഅ്മിനെ, മക്കളെ വളർത്തണം. മക്കളിങ്ങനെ വളരാണെന്ന്, ഷവർമ തിന്ന് വളരാൻ, അല്ലെ, KFC ഒക്കെ തിന്നിങ്ങനെ വളരാൻ മക്കളെ വളർത്തുന്നുണ്ടോ? ഉമ്മമാരെ വളർത്തിയിട്ടുണ്ടോ? കുട്ടികൾക്കെന്താ പൈസ അങ്ങനെ അയച്ചു കൊടുക്കുന്നു. മദ്രസ 2ാം ക്ലാസ് എത്തിയപ്പോഴേക്കും കുഞ്ഞിന്റെ കയ്യിൽ ഫോൺ കൊടുത്തു, അല്ലേ? അപ്പോഴേക്കും ഐപാഡ് വന്നു, ഐഫോൺ വന്നു, അല്ലെ, എന്തെല്ലാം സംവിധാനങ്ങൾ, ലാപ്ടോപ്പുകൾ മേടിച്ചു കൊടുത്തു. എന്ത് വേണോ എല്ലാം മേടിച്ചു കൊടുത്ത വാപ്പ, നീ ചെയ്തത് തർബിയത്തല്ല, ഇതൊരു വേലക്കാരിക്ക് ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. ഉമ്മ, നിന്റെ കുഞ്ഞിന് നീ ഇഷ്ടമുള്ള മനോഹരമായ വസ്ത്രങ്ങൾ, ടെക്സ്റ്റൈൽസ് മുഴുവനും കയറിറങ്ങി മേടിച്ചു കൊടുത്തത് നീ ചെയ്ത തർബിയത്തല്ല പെണ്ണേ. അതല്ല മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ. മക്കൾക്ക് മനോഹരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് തർബിയത്തല്ല, അത് വേലക്കാരനും വേലക്കാരിക്കും റെസ്റ്റോറന്റുകാരന് ചെയ്യാൻ പറ്റുന്ന പണിയാണ്. തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഇത് തെറ്റാണ് മോനെ, ചെയ്യല്ലേ എന്ന് പഠിപ്പിച്ചോ? നന്മകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? ഇതൊരു വാപ്പയും ഉമ്മയും ചെയ്തില്ലെങ്കിൽ ഈ കുറ്റത്തിന്റെ പരിഹാരം, ഈ കുറ്റത്തിന് എങ്ങനെയാണ് അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയാ? മക്കളെ വളർത്തണ്ടേ? മക്കൾക്ക് തർബിയത്ത് ചെയ്തിട്ടുണ്ടോ? ഇന്നതാണ് നന്മ, ഇന്നതാണ് തിന്മയെന്ന് മക്കളെ പഠിപ്പിച്ചു കൊടുത്ത 15 വയസ്സ് വരെ പഠിപ്പിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. 15 വയസ്സ് കഴിഞ്ഞിട്ട് മക്കൾ പഴച്ചുപോയാൽ അവരും അല്ലാഹുവും തമ്മിലാണ്. 15 പോലും വേണ്ട. നമ്മുടെ സ്കൂളുകളിൽ 10th 9th കഴിഞ്ഞ മക്കൾ +1 +2 കഴിഞ്ഞാൽ അവരും അല്ലാഹുവും തമ്മിലാണ് പിന്നെ പ്രശ്നം. വാപ്പയോട് പിന്നെ ചോദ്യമില്ല. 11 വരെ ഈ മക്കൾക്ക് ബോധമാകുന്നവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വാപ്പ ഉമ്മ നിനക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാം. നിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു. അത് ചെയ്യാത്ത വാപ്പയോടാണ് ഞാൻ പറയുന്നത്, അത് ചെയ്യാത്ത ഉമ്മയോടാണ് പറയുന്നത്. എന്ത് തർബിയത്താണ് നമ്മൾ മക്കൾക്ക് കൊടുത്തത്? ഉറങ്ങാൻ മനോഹരമായ ബെഡ് മേടിച്ചു കൊടുത്തതോ? മനോഹരമായ കംഫർട്ട് മേടിച്ചു കൊടുത്തതോ? കമ്മ്യൂണിക്കേഷന് ആവശ്യമായ ഡിവൈസുകൾ വാങ്ങിച്ചു കൊടുത്തതോ? ഇതാണോ തർബിയത്ത്? അതിന്റെ പേരിൽ ഈ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാണക്കേടുകൾ എത്രയാണ്! എവിടെയാണ് ഇതൊക്കെ കൊണ്ടുപോയി വെക്കുക? ഈ പാപഭാരം, അപമാനത്തിന്റെ കഥകൾ, സങ്കടപ്പെടുത്തുന്ന കഥകൾ, ചീഞ്ഞുനാറുന്ന കഥകൾ ആരോട് ചെന്ന് പറയണം? ആരാണ് ഇതിന് ഉത്തരവാദികൾ? സഹലേ, നിങ്ങൾ ഓരോ രാത്രിയിലും 7 പ്രാവശ്യം പറയണേ, അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദീൻ. ഞാൻ 7 പ്രാവശ്യം പറയാൻ തുടങ്ങി. എന്നിട്ട് എന്റെ അമ്മാവനോട് ചെന്ന് പറഞ്ഞു കൊടുത്തു, അമ്മാവ, ഞാനിത് പറയാൻ തുടങ്ങിയിട്ടുണ്ട് 7 പ്രാവശ്യം. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ സഹലേ, ഖുൽ ഫീ കുല്ലി ലൈലത്തിൻ 11 മറ. ഇനി എല്ലാ രാത്രിയിലും 11 പ്രാവശ്യം പറഞ്ഞൂടെ ഈ വാക്കുകൾ? അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദീ. വേദ കഴിഞ്ഞു പോകുമ്പോൾ ഇത് നിങ്ങൾ പഠിച്ചെടുക്കണം. ഈ വാക്കുകൾ പഠിച്ചെടുക്കണം. അത് പഠിക്കാൻ വലിയ അതൊന്നും പ്രയാസമൊന്നുമില്ലല്ലോ, ചെറിയ എളുപ്പമല്ലേ? അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി. ഇത് കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഒരു വേദന്റെ ആവശ്യമില്ല. ഇപ്പൊ തന്നെ